അത് ഉമ്മൻചാണ്ടി സാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തൊക്കെ നേടിയാലും ജനങ്ങൾക്കിടയിൽ ഒരു നല്ല പേര് കിട്ടിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സജീവമാകാനും ജനങ്ങളെ സ്നേഹിക്കാനുമാണ് എനിക്ക് താല്പര്യം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സത്യം വിട്ടൊരു കാര്യം അദ്ദേഹം ചെയ്തിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ജീവിത വിജയം. സത്യമാണ് ദൈവം. സത്യം ദൈവമാകുമ്പോൾ സത്യത്തിന് മതമില്ല. അപ്പൊ ആ സത്യം നമ്മളെ ഏതൊരു അപകടത്തിലും നമ്മളെ കാത്തു സംരക്ഷിക്കും. സത്യത്തിനോടൊപ്പം ജീവിച്ചു. ഇന്നും ആ സത്യം അദ്ദേഹത്തെ സംരക്ഷിക്കും. ഉമ്മൻചാണ്ടി സാർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ തലയിൽ കയറി ചിലപ്പോൾ കളിക്കാൻ വരുമെന്ന് വിചാരിച്ചിട്ടാണോ ചാണ്ടിയും കുറച്ച് പരിക്കനായിട്ടല്ല അതിനെ നേരിടുന്നത്? അല്ല, ഞാന് ചിലപ്പോ അദ്ദേഹത്തെക്കാട്ടി സോഫ്റ്റ് ആയിരിക്കും. എന്റെ സംസാര ശൈലി കൊണ്ട് തോന്നുന്നതായിരിക്കും. കാരണം നമ്മള് വളരെ ഫയറിംഗ് ആയിട്ടുള്ള സ്പീച്ചസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ പ്രസംഗം എന്റെ ശൈലി വ്യത്യസ്തമാണ്. എന്റെ പ്രസംഗവും എന്റെ എന്താ പറയാ എന്റെ പ്രവർത്തനവും വേറൊരു ശൈലിയാണ്, അദ്ദേഹത്തിന്റെ ശൈലി വേറെയാണ്. അപ്പൊ അത് ഇവോൾവ് ചെയ്യും. നമ്മളെങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്? നമ്മുടെ സാഹചര്യം അനുസരിച്ച് വരുന്നതാണ്. അദ്ദേഹത്തിന് അതാണ് അദ്ദേഹത്തിന്റെ കംഫർട്ടബിൾ. ഞാനിതിലാണ് കംഫർട്ടബിൾ. എന്റെ പ്രസംഗങ്ങൾ അതാണ് കംഫർട്ടബിൾ. അദ്ദേഹവും ഫയറി ആയിട്ട് സംസാരിക്കാറുണ്ട്, പക്ഷെ അവിടെ കുറച്ച് മാത്രം. ഞാനിവിടെ ജനറലി സംസാരിക്കുമ്പോൾ ഫയറി ആയിട്ടായിരിക്കും സംസാരിക്കാറ്. ഇപ്പോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോ ഇത് നമ്മൾ ഉദ്ദേശിച്ചൊരിടം പോലെ തന്നെയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് കൂടുതൽ ചലഞ്ചിങ് ആയിട്ടാണോ തോന്നിയത്? ഇല്ല, നമ്മളിതൊക്കെ കണ്ടുവന്നുകൊണ്ടല്ല ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ചലഞ്ച് ഒന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ അതേസമയം ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്, ഒത്തിരി കാര്യത്തിൽ എനിക്ക് മുന്നോട്ട് പോകാറുണ്ട്. എങ്കിലും എന്നെ കൊണ്ട് ചെയ്യുന്ന രീതി ഞാൻ ചെയ്യും. ഇപ്പോൾ ചാണ്ടി ഉമ്മനെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒരു പിൻതലമുറക്കാരൻ എന്നുള്ള നിലയിലാണോ, അതോ സ്വന്തമായ ഒരു വ്യക്തിപ്രഭാവത്തിലേക്ക് പോകണം എന്നുള്ളൊരു ദൃഢമായ ചിന്തയുണ്ടോ? ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനില്ല, ഉമ്മൻചാണ്ടിക്ക് പിൻഗാമിയും ഇല്ല. ആർക്കും ഉമ്മൻചാണ്ടി ആവാൻ സാധിക്കത്തുമില്ല. പക്ഷെ നമുക്കെല്ലാം ആഗ്രഹിക്കാം. എനിക്കും ആഗ്രഹമുണ്ട് അദ്ദേഹത്തെ പോലെ ആവാൻ. എത്രയോ കോടാനുകോടി മലയാളികൾ അദ്ദേഹത്തെ പോലെ ആഗ്രഹിക്കുന്നു ആവാൻ. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കാവാൻ പറ്റില്ല. ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും ആവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കാവാൻ പറ്റില്ല. പിൻഗാമിയും ഇല്ല അദ്ദേഹത്തിന്. നിങ്ങൾ തന്നെ പറഞ്ഞ എന്റെ ശൈലി വ്യത്യസ്തമാണ്. എന്റെ ശൈലി വ്യത്യസ്തം. അപ്പൊ എനിക്ക് എന്റേതായ രീതിയുണ്ട്, അദ്ദേഹത്തിന് അതിന്റെ രീതി. പക്ഷെ എവിടെയോ ഇതിന്റെ ഒരു ശൈലിയിൽ ചേർച്ചയുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷൻ എന്നിൽ ഉണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് പലയിടത്തും അദ്ദേഹത്തെ പോലെ ചിലരെങ്കിലും എന്നെ കാണുന്നത്. സാർ, അപ്പൊ ഒരു വിമർശനാത്മകമായ രീതിയിൽ പ്രതിയോഗികള് ചില സമയത്ത് പറയാറുണ്ട് ഈ സഹതാപ വോട്ടുകളൊക്കെ ചാണ്ടിയമ്മന് കിട്ടിയിട്ടൊക്കെയാണ് ജയിക്കുന്നത്. അത്തരക്കാരോട് എന്താണ് മറുപടി പറയാനുള്ളത്? ഇപ്പം ഇവിടെ ലോക്സഭാ ഇലക്ഷൻ നടന്നു. 30,000 വോട്ടാണ് ഈ മണ്ഡലത്തിൽ ലീഡ്. കഴിഞ്ഞ ലോക്സഭയിൽ പോലും 24,000 ഉള്ളൂ. ഇപ്പൊ എന്താ സഹതാപം? എന്തൊക്കെയൊക്കെ പറയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. സ്വാഭാവികമല്ലേ, അവർ പറഞ്ഞോട്ടെ, അവരുടെ ഇഷ്ടമല്ലേ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവര് പറയുന്നത് തെറ്റില്ല. കാരണം അവർക്ക് എന്തെങ്കിലും പറയണം. ഒന്നും പറയാത്തപ്പം ഇങ്ങനെയൊക്കെ പറയും. അവരുടെ ഒരു ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവർ ഇതന്നെയൊക്കെ പറയുള്ളൂ. ഇപ്പോ ഉമ്മൻചാണ്ടി സാറിന്റെ പേരില് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇന്റൻഷൻസ് എന്തൊക്കെയാണ്? ഇപ്പം അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്ന് ഹൗസിംഗ് ആണ്, സ്പോർട്സ് ആണ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആണ്, മറ്റുള്ളവരെ മെഡിക്കൽ ഫീൽഡിൽ മരുന്ന് കൊടുത്ത് സഹായിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ പലവിധമായ പരിപാടികൾ ഈ ഫൗണ്ടേഷനിലൂടെയും ആൾക്കാരെ സഹായിക്കാൻ ശ്രമിക്കുന്നു.